ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജുമുഅ നിസ്കരിക്കുമ്പോഴേ രണ്ടാമത്തെ റക്അത്തിൽ റുക്കുഅ് കിട്ടിയാൽ നമുക്ക് ജുമുഅ കിട്ടും. റുക്കുവിൻ്റെ ശേഷമാണ് കിട്ടിയെങ്കിൽ നിയ്യത്ത് ജുമുഅ നിസ്കരിക്കണത് ളുഹുറാകണം. വമൻ അദ്റക മഅൽ ഇമാമി, ഒരാൾ ഇമാമിനോട് കൂടെ എത്തിച്ചു റുക്കുഅ സാനിയ, രണ്ടാമത്തെ റക്അത്തിലെ റുക്കുവിനെ എത്തിച്ചു. വത്തുമഅന്ന, റുക്കു നമ്മൾ എത്തിയപ്പോൾ ഇമാം വന്നാൻ പാടില്ല, നമ്മൾ പോയിട്ട് ശരിക്കും അടങ്ങി താമസിക്കും വേണം. ഇമാമിൻ്റെ ഇപ്പോൾ റുക്കു കിട്ടി, വത്തുമഅന്ന ഒന്ന് അടങ്ങി താമസിക്കുകയും ചെയ്തു. ഫഖദ് അദ്റക്കൽ ജുമുഅ, ഈ വ്യക്തിക്ക് ജുമുഅ കിട്ടി അല്ലേ. ഇനി അങ്ങനെ ഇവൻ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിച്ചുമ്പോൾ വേറെ ആൾ വന്നെന്തായി, അവന് തുടർന്നു. ഓന് ജുമുഅയിലെ കിട്ടിയതേ, ഓൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ ഓൻ തുടർന്നു, റുക്കു കിട്ടി, എന്നാൽ ആക്കും ജുമുഅ കിട്ടി. അങ്ങനെ ആ ചങ്ങായി എന്തായി, മൂന്നാമത്തെ ആളെ രണ്ടാമത്തെ റക്അത്തിൽ റുക്കു വരാൻ കിട്ടി, എന്നാൽ ഓന് ജുമുഅ കിട്ടി. അങ്ങനെ അസ്ർ വരെ ജുമുഅ നടക്കും. ആദ്യത്തെ ടീമേ എന്തായിട്ടുള്ളൂ, ഖുതുബ കേട്ടിട്ടുള്ളൂ. അപ്പം ക്ലിയറായിട്ട് ആദ്യം ഒരു ഖുതുബ നടക്കണം, എന്നാൽ പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ റുക്കു കിട്ടിയാൽ ഓർക്ക് ഇങ്ങനെ ഓലെ തുടർന്ന് ജുമുഅ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ?